സർവേഷാം മമ നമസ്കാരഃ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആകെ ഒരു മൊത്തത്തിൽ ഒരു റിവൈൻഡ് ചെയ്തിട്ട് റിവിഷൻ പോലെ നടത്താണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. യെസ്, നോക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശാശ്വതം ഇത്യസ്യ അർത്ഥഃ കഃ. ശാശ്വതം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്തായിരുന്നു? ശാശ്വതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ശാശ്വതം എന്ന് പറയുന്നത് നിത്യമാണ്. കാ ദൃഢാസ്തു, എന്താണ് ദൃഢമായിരിക്കേണ്ടത്? എന്തായിരുന്നു? സംഹതി ഭാവന അല്ലെ. സംഹതി ഭാവനയാണ് ദൃഢമായിരിക്കേണ്ട ഒന്ന്. നമ്മുടെ എല്ലാവരുടെയും ഒരുപോലെയാണെന്നുള്ള ഒരു ഭാവനയുണ്ടല്ലോ അല്ലെ, ഐക്യഭാവന എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതാണ് സംഹതി ഭാവനയാണ് എപ്പോഴും ദൃഢമായിരിക്കേണ്ടത്. സന്തു ഇത്യസ്യ ലകാരഃ കഃ. അവിടെ നമ്മൾ പറഞ്ഞു തു എന്ന് അവസാനിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ആജ്ഞയാണ്. അതുകൊണ്ട് തന്നെ ലോട്ട് ലകാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലോട്ട് ലകാരത്തിലാണ് വരിക. അടുത്തത് ഭവതി ഇത്യസ്യ ഇത്യത്ര ലകാരഃ കഃ. ഭവതി എന്ന് പറയുന്നത് ഏത് ലകാരത്തിലാണ് പെടുക? ഭവതി എന്ന് പറയുന്നത് ലട്ട് ലകാരത്തിലാണ് വരിക. ലട്ട് ലകാരം എന്ന് പറയുന്നത് അറിയാം, അത് പ്രസന്റ് ആണ് അല്ലെ. പ്രസന്റ് ആണോ? ലട്ട് ലകാരം എന്ന് പറയുന്നത് അത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ്. ലോട്ട് എന്ന് പറയുന്നത് അതൊരു ആജ്ഞയാണ്. ആജ്ഞ പറയുന്നതാണ്. ലോട്ട് എടുത്തിട്ട് ഒരു കാര്യം ആജ്ഞാപിക്കുക കേട്ടോ എന്നുള്ള കാര്യം മൈൻഡിലേക്ക് വെക്കുക. അതില് തൂയിൽ അവസാനിക്കും. ലട്ടിൽ എപ്പോഴും തീയിലാണ് അവസാനിക്കുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് വെച്ച് പോവുക. വസുദൈവ പദച്ഛേദഃ കഃ. വസുധ ഏവയാണ് വസുദൈവ എന്ന് പറയുന്നത്. വസുധ ഏവയാണ് വസുദൈവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിന്ധ്യമഖിലം ചേതും അചിരാത് അല്ലെ. അപ്പൊ മിത്രകാണി യഥാമഹേ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതാണ് വിന്ധ്യ അല്ല, വിശ്വമാണ് മക്കളെ. വിശ്വമഖിലം എന്നാണ് വേണ്ടത്. വിശ്വമഖിലം കേട്ടോ, വിശ്വമഖിലമാണ്. വിശ്വമഖിലം ജേതും അചിരാത് മിത്രകാണി യഥാമഹേ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ മിത്രകാണിയാണ്. ഭാനു അർത്ഥഃ കഃ. ഭാനു എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ്. ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അടുത്തത് നോക്കാം. അഥാവത് ഇത്യസ്ത്ര ലകാരഃ കഃ. അഥാവത് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലങ്ങാണ്. ലങ്ങ എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ഭൂതകാല ക്രിയയാണ്. പാസ്റ്റ് ആണ് കേട്ടോ, പാസ്റ്റ്. അപ്പൊ അവിടെ ആയില് തുടങ്ങി തീയിൽ അവസാനിക്കുന്ന കാര്യമായിരിക്കും. ആയില് തുടങ്ങി തീയിൽ അവസാനിക്കുന്നതാണ് ലംഘക്രിയ എന്ന് പറയുന്നത്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. അതാവത് ഇത്യത്ര ലകാരഃ. അതാവത് എന്ന് പറയുമ്പോൾ അത് ലംഘ ലകാരമാണ്. അഹം വിദ്യാലയം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്നതാണ്. അഹം എന്ന് പറയുമ്പോൾ അവസാനം ആമി എന്ന് ആലോചിക്കുക. അഹം ആമി കേട്ടോ. അഹം എന്ന് വരുമ്പോൾ എപ്പോഴും അഹം എന്ന് വരുന്ന സമയത്ത് ആമി എന്നുള്ളതാണ് വരിക. ആമി. ഓക്കെ. ഭവാമി. വയം കഥം അഗ്രതഃ യാമ. അപ്പൊ അജ്ഞാനാന്ത്യം വരേന്ത എന്നാണ് പറഞ്ഞത്. അജ്ഞാനാന്ത്യം എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ നശിപ്പിക്കുക എന്നുള്ള അർത്ഥം. വിന്ധ്യസ്യ ശ്വാസകോശഃ. ഇവിടെ വിശ്വസ്യ എന്നാണ്. വിശ്വസ്യ കേട്ടോ. വിശ്വസ്യ ശ്വാസകോശഃ വനം കിം. വിശ്വത്തിന്റെ, ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ഏതാണ് മക്കളെ? ആമസോൺ വനമാണ് കേട്ടോ. വിശ്വസ്യ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ആമസോൺ വനമാണ്. കെ രക്ഷാപരിശ്രമം കുർവൻ. ആരൊക്കെയാണ് രക്ഷാപരിശ്രമം? രക്ഷാപരിശ്രമമാണ്. രക്ഷാപരിശ്രമം ചെയ്തത് ആരൊക്കെയായിരുന്നു? സൈനികന്മാരാണ് കേട്ടോ. അപ്പം സൈനികാഹ. ആമസോൺ വർഷാരണ്യം കുത്ര വർത്തതേ. എവിടെയാണ് ആമസോൺ വനം ഉള്ളത്? എവിടെയായിരുന്നു? ബ്രസീൽ ദേശം. ബ്രസീൽ എന്ന് പറയുന്ന നാട്ടിലായിരുന്നു ആമസോൺ വനം ഉള്ളത്. ശോഭന സ്ഥിതി. ശോഭനമായ സ്ഥിതി, നല്ല സ്ഥിതി എന്ന് പറയുന്നത് സുസ്ഥിതിയാണ്. യെസ്. മഹാവനം എന്ന് പറയുന്നതിന്റെ സമസ്യപദം ഏതാണ്? മഹാവനം എന്ന് പറഞ്ഞാൽ അതിന്റെ സമസ്യപദം എന്ന് പറയുന്നത് മഹത് തദ്വനം. ഏതാണോ മഹത്തായ വനം അതാണ്
മഹാവനം എന്ന് പറയുന്നത്. മഹച്ച തത് വനമാണ് മഹാവനം. സൂര്യ മദ്യം പ്രാപ്തേ കഹ അവസീതതി. സൂര്യ മദ്യം പ്രാപ്തേ, സൂര്യന്റെ അടുത്തേക്ക് മദ്യം പ്രാപ്തേ കഹ അവസീത, ആരാണ് അവസീതതി വളരെയധികം ക്ഷീണിച്ചത്? ആരായിരുന്നു? നമ്മുടെ ജടായുവായിരുന്നു. ജടായുവായിരുന്നു വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നത്. സൂര്യന്റെ അടുത്തേക്ക് പോകുന്നവരും വളരെയധികം ക്ഷീണിച്ചത് ജടായുവാണ്. സ്മാ ശബ്ദയോഗ്യ കഹ ലകാരഹ ഭവതി. സ്മ എന്ന് പറയുന്ന ഭൂതകാലക്രിയയിലേക്ക് വരുന്ന ലകാരമേതാണ്? സ്മ എന്ന് പറയുന്ന ലകാരം ഏതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്മ എന്ന് പറയുന്ന ശബ്ദയോഗത്തിന്റെ ലകാരം എന്ന് പറയുന്നത് ലട്ട് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ലട്ടല്ല കേട്ടോ. സ്മ ശബ്ദയോഗേ ലകാരഹ കഹ, അതേതാണ്? ലങ്ങാണ്. ലങ്. ഇനി വിന്ധ്യേ പതിതഃ കഹ വിന്ധ്യേ പതിതഃ കഹ, ആരാണ് വിന്ധ്യേ പതിതഃ? വിന്ധ്യ പർവ്വതത്തില് പതിച്ചതാരായിരുന്നു? നമ്മള് സമ്പാദിയായിരുന്നു കേട്ടോ. രാമായണ കർത്താ കഹ, രാമായണത്തിന്റെ കർത്താവ് ആരായിരുന്നു? വാത്മീകി മഹർഷിയായിരുന്നു. വാത്മീകി മഹർഷിയാണ് രാമായണത്തിന്റെ കർത്താവ്. ഇന്ദ്രഹ ഡേഷ് ആയുധേന വാസുര മമാര എന്ന് പറഞ്ഞാല് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ആയുധം, ഏതായുധം കൊണ്ടാണ് സുരനെ മമാര കൊന്നത്? ഏതാണ്? വജ്രായുധം. ഇന്ദ്രന്റെ വജ്രം അല്ലെ, വജ്രായുധം കൊണ്ടാണ് കേട്ടോ. വേഗേന സമാനപദം. വേഗേന സമാനപദം എന്ന് പറയുന്നത്, വേഗേന സമാനപദം എന്ന് പറഞ്ഞാൽ ജവേന, വേഗത്തിൽ എന്നുള്ള അർത്ഥമാണ്. വേഗേന എന്നുള്ളതിന്റെ സമാനപദം ജവേന. സീത കഥാം കവിതാം ലിഖതി. സീത കഥയും കവിതയും ലിഖതി. ഇവിടെ ച എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കഥയും എഴുതിയിട്ടുണ്ട്, കവിതയും എഴുതിയിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ആൻഡ് എന്ന് കൊടുക്കുമല്ലോ, ആൻഡ്, അതാണ് ഈ ച കേട്ടോ. ഇവിടെ ച എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ജയം ഇച്ഛതി ഏകപദം. ജയം ഇച്ഛതി എന്നുള്ളതാണ് ജയൈഷി. ജയം ഇച്ഛതി എന്നുള്ളതാണ് ജയൈഷി. ജയം ഇച്ഛതി, ജയം ആഗ്രഹിക്കുന്ന ആളാണ് ജയൈഷി എന്ന് പറയുന്നത്. ജയം ആഗ്രഹിക്കുന്ന ആളാണ് ജയൈഷി. ആത്മോപദേശസ്യ കർത്ത. ആത്മോപദേശത്തിന്റെ കർത്താവ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ്. ആത്മ ഉപദേശം, മനസ്സിനോടുള്ള ഉപദേശം കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, അദ്ദേഹത്തിന്റെയാണ് ആ ഒരു ഉപദേശം എന്ന് പറയുന്നത്. ജടായുഷം കഹമാരിതവാൻ. ജടായുവിനെ കൊണ്ട് ആരാണ് മരിച്ചത്? രാവണനാണ് കേട്ടോ. ജടായുഷം കഹമാരിതവാൻ ആരായിരുന്നു? ജടായുഷം കഹമാരിതവൻ എന്ന് ചോദിച്ചാൽ രാവണനാണ്. ജടായുഹു സമ്പാദി കഹ രാമായണേ കസ്മിൻ കാണ്ഡേ വർത്തതെ. ഇപ്പൊ ജടായുവിന്റെയും സമ്പാദിയുടെയും കഥ ഏത് കാണ്ഡത്തിലാണ് രാമായണത്തിലുള്ളത്? ഏത് കാണ്ഡത്തിലാണ്? കിഷ്കിന്ദ കാണ്ഡത്തിൽ. കിഷ്കിന്ദ കാണ്ഡത്തിലാണ് ജടായുവിന്റെയും സമ്പാദിയുടെയും കഥ കിഷ്കിന്ദ കാണ്ഡത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മഹാഭാരതത്തിന്റെ കർത്താവ് ആരായിരുന്നു? മഹാഭാരതസ്യ കർത്ത എന്ന് പറയുന്നത് വേദവ്യാസനാണ്. മഹാഭാരതത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് വേദവ്യാസനാണ്. അതുപോലെ പഞ്ചതന്ത്ര എഴുതിയ ആളാണ് വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്രത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് വിഷ്ണു ശർമ്മയാണ്. പഞ്ചതന്ത്രത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് വിഷ്ണു ശർമ്മയാണ്. രഘുവംശസ്യ കർത്ത. രഘുവംശം എഴുതിയ ആൾ കാളിദാസനാണ് കേട്ടോ. രഘുവംശത്തിന്റെ കാളിദാസനാണ്. രഘുവംശം എഴുതിയത് കാളിദാസനാണ്. മഹാഭാരതം എഴുതിയത് വേദമാണ്. മഹാഭാരതത്തിൽ ഒരുപാട് വേദങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് വെക്കുക. കണക്റ്റിംഗ് വേർഡ്സ് ആക്കി നിങ്ങൾ പഠിച്ചു വെക്കുക. ബൈഹാർട്ട് ചെയ്യാതെ ഓരോന്നിനും ഓരോ കോഡ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ ആ കോഡ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മഹാഭാരതത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് വേദവ്യാസനാണ്. പഞ്ചതന്ത്രത്തിന്റെ കർത്താവ് വിഷ്ണു ശർമ്മയാണ്. രഘുവംശസ്യ കർത്ത എന്ന് പറയുന്നത് കാളിദാസനാണ്. ഇനി രാമായണേ സപ്തകാണ്ഡ. അപ്പൊ രാമായണത്തിൽ എത്ര കാണ്ഡമുണ്ട് എന്നാണ് ചോദ്യം. അപ്പം 7 കാണ്ഡങ്ങളാണ്. സപ്തകാണ്ഡ അല്ലെ, 7 അങ്ങനെ സംസ്കൃതത്തിൽ എഴുതും, ഇങ്ങനെയാണ് കേട്ടോ. യെസ്. ഇനി അടുത്ത കാര്യം പറയാം. കോസലാധിപഹ. കോസലാധിപൻ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ നടന്നതാണ്. ക്ഷേമദർശിയായിരുന്നു കേട്ടോ. കോസലാധിപൻ എന്ന് പറയുന്നത് ക്ഷേമദർശിയാണ് കോസലയിലെ രാജാവ് എന്ന് പറയുന്നത്. മുനിവേഷധാരി കഹ ആസിദ്. മുനിവേഷം ധരിച്ചിട്ട് ആരാണ് വന്നത്? മുനിവേഷം ധരിച്ചിട്ട് ഒരു ഭടനായിരുന്നു വന്നത് അല്ലെ. മുനിവേഷം ധരിച്ച് വന്നിട്ട് ആ കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? മുനിവേഷം ധരിച്ച് വന്ന് പറയുണ്ടായി, ഇങ്ങനെയൊക്കെ മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഖജനാവിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പൊ മുനിവേഷധാരി എന്ന് പറയുന്നത് ഭടനായിരുന്നു കേട്ടോ. കാപട്യം വിഗ്രഹപദം കിം.
കാപട്യം എന്നതിന്റെ വിഗ്രഹപദം എന്താണ്? കാപട്യം എന്ന് പറയുന്നതിന്റെ വിഗ്രഹപദമാണ് കപടസ്യ ഭാവഃ. കപടസ്യ ഭാവഃ കാപട്യം. കപടസ്യ ഭാവഃ കാപട്യം. ദുരവസ്ഥ വിഗ്രഹപദം. ദുരവസ്ഥ. ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ മോശം അവസ്ഥ. അപ്പൊ ദുഷ്ടാവസ്ഥയാണ് ദുരവസ്ഥ. ദുഷ്ടാവസ്ഥയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. ദുഷ്ടാവസ്ഥയാണ് ദുരവസ്ഥ. സജീവാനാമാജ്ഞ. സജീവന്മാരുടെ ആജ്ഞ. സജീവാനാമാജ്ഞ എന്ന് പറയുന്നത് സജീവാജ്ഞ. സജീവാനാമാജ്ഞ സജീവാജ്ഞ. കേട്ടല്ലോ? സജീവാനാമാജ്ഞ. സജീവന്മാരെ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരാണേ. കേട്ടോ? മന്ത്രിമാരാണ് ഈ സജീവന്മാരെ എന്ന് പറയുന്നത്. ആദരണേന സഹവർത്തതേ. ആദരണേന സഹവർത്തതേ. സ ആദരം. കേട്ടോ? സാദരം. സാദരം എന്നാണ് പറയാ. ആദരണേന സഹവർത്തതേ സാദരം. കഹ മഹത്തമ. ആരാണ് മഹത്തമമായിട്ടുള്ളത്? നീതിബോധ. നീതിബോധമാണ് മഹത്തരമായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അടുത്തത് സജീവഹ പര്യായ പദം. സജീവന്റെ പര്യായ പദം. ഒരേ അർത്ഥം വരുന്ന പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരേ അർത്ഥം വരുന്ന പദം ഏതാണ്? സജീവാന പര്യായ പദം എന്ന് പറയുന്ന അമാത്യനാണ്. കേട്ടോ? അമാത്യനാണ്. സജീവന്മാരുടെ പര്യായ പദം എന്ന് പറയുന്നത് അമാത്യനാണ്. ഡേഷ് ഗൃഹം ഭവതി. അവിടെ ഗൃഹം എന്നുള്ളത് ഏത് വിഭക്തിയിൽ ഏതാണ് വരിക? ഗൃഹം എന്നുള്ളത് നപുംസകലിംഗമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നപുംസകലിംഗത്തിലാണ് ഗൃഹം വരിക. അതാണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം കൃത്യമല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടത് തത് എന്നുള്ള ശബ്ദയോഗമാണ് വരേണ്ടത്. തത് എന്നുള്ളതാണ് തത് ഗൃഹം ഭവതി. അത് ഗൃഹമാണ് എന്ന് പറയുന്നത്. കേട്ടോ? വിസ്തരേണ സഹവർത്തതേ. വിസ്തരേണ സഹവർത്തതേ സവിസ്തരം. സവിസ്തരം. നമ്മൾ നേരത്തെ സസന്തോഷം എന്നുള്ള കാര്യങ്ങൾ പോലെ സവിസ്തരം. സന്തോഷേന സഹ സസന്തോഷം. അതുപോലെ വിസ്തരേണ സഹ സവിസ്തരം. രാജ്യസ്യ ദുരവസ്ഥ നിവേദയിതും ആഗതവാൻ കെ നിവാരയന്തി. രാജ്യത്തിന്റെ ദുരവസ്ഥ നിവേദയിതും പറയാൻ വന്നവരെ ആരാണ്? കെ. ആരാണ്? ഇവിടെ കെ എന്ന് പറയുന്നത് അത് ബഹുവചനാണ്. കേട്ടോ? ബഹുവചനാണ്. ഈ കെ എന്ന് പറയുന്നത് ബഹുവചനാണ്. നിവാരയന്തി. ആരൊക്കെയാണ് തടഞ്ഞത്? ആരൊക്കെയാണ്? ബഡാഹ. ഭടന്മാരാണ്. ബഡഹ അല്ല ബഡാഹ. ഭടന്മാരാണ് തടഞ്ഞത്. ശ്രീനാരായണ ഗുരുഹു ഡേഷ് ഗ്രാമേ ജനിവലപത. ഏത് ഗ്രാമത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്? അറിയാലോ? ചെമ്പഴന്തി ഗ്രാമത്തിലാണ്. ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി ഗ്രാമമാണ് മക്കളെ. യെസ്. ഇനി സ്വാതന്ത്ര്യം വിന. സ്വാതന്ത്ര്യം അല്ല സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം വിന ജീവനം ഡേഷ് ഏവ. എങ്ങനെയാണ്? സ്വാതന്ത്ര്യം ഇല്ലാത്ത ജീവിതം മരണമാണ് അല്ലെ? മരണത്തെക്കാൾ ഭയാനകമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മരണമാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഇനി അടുത്തത് വിശ്വം എന്ന് പറയുന്നതിന്റെ പര്യായ പദം എന്താണ്? വിശ്വം എന്ന് പറയുന്നതിന്റെ പര്യായ പദമാണ് ജഗത്. ജഗത് ലോകം. കേട്ടോ? വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം. അപ്പൊ വിശ്വനാഥൻ എന്ന് പറഞ്ഞാല് വിശ്വനാഥൻ എന്നാൽ ലോകത്തിന്റെ നാഥൻ. അതുപോലെ ജഗദീശ്വരൻ എന്ന് പറഞ്ഞാലും ജഗദീശ്വരൻ എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ ഈശ്വരനാണ്. കേട്ടോ? കർഷക കേന ഹലന്തി. കേന എന്ന് ചോദിക്കുമ്പോൾ, കേന എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ ആൻസറിൽ നിങ്ങൾക്ക് ഏന എന്നുള്ളൊരു ചിഹ്നം കാണാം. അഥവാ ഏന എന്നുള്ളൊരു ഉത്തരാണ് വരിക. കേന. കേട്ടോ? കർഷക കേന ഹലന്തി. എന്തുകൊണ്ടാണ് ഹലതി? അപ്പൊ കേന ഹലതി ഹലേന ഹലതി എന്നാണ്. ഹലേന ഹലതി. കർഷക ഹലേന ഹലതി. മാനിന മരണാതു ഭയാനകം കിം ഭവതി. മാനികൾക്ക് മരണത്തെക്കാൾ ഭയാനകം എന്താണ്? പാരതന്ത്ര്യമാണ്. പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ. കേട്ടോ? പാരതന്ത്ര്യമാണ് നമുക്ക് മാനികൾക്ക് മരണത്തെക്കാൾ ഭയാനകമായിട്ട് തോന്നുന്നത്. ആത്മനഹ പ്രതികൂലാനി ഡേഷ് ന സമാചരേത്. ആത്മാവിന്റെ പ്രതികൂലാനി ഡേഷ് ന സമാചര. എന്താണ്? പരീക്ഷ ന സമാചരേത്.
ഇനി അടുത്ത നോക്കാം. അപ്യതഹ. അപ്യതഹ എന്നുള്ളത് എങ്ങനെയായിട്ട് വരും? അപ്യതഹ എന്നുള്ളത് അബി പ്ലസ് അധഹ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അബി പ്ലസ് അധഹ. ഇവിടെ പ്യ എന്നുള്ള വാക്ക് എന്തായി മാറുകയാണ് മക്കളെ ചെയ്യുന്നത്? പിയും ആയുമായിട്ട് മാറുന്നു. പ്യ എന്നുള്ള വാക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പിയും ആയുമായിട്ടാണ് മാറുന്നത്. അബി പ്ലസ് അധഹയാണ് അപ്യതഹ എന്ന് പറയുന്നത്. കർണഭാരസ്യ കർത്താകഹ. കർണഭാരത്തിന്റെ കർത്താവ് ആരായിരുന്നു? കർണഭാരത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് ഭാസനാണ്. അപ്പൊ ഭാസന്റെ ഭാരം, ഭാസന്റെ ഭാരം എന്നുള്ള കോഡ് ആലോചിച്ച് വെക്കുക. ഭാസന്റെ ഭാരം എന്ന് ആലോചിച്ച് വെക്കുക. മൃച്ഛഘടികസ്യ കർത്ത. മൃച്ഛഘടികത്തിന്റെ കർത്താവ് ആരായിരുന്നു? മൃച്ഛഘടികം എന്ന് പറയുന്നത് തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് അല്ലെ. ഒരു പേര് തന്നെ മൃച്ഛഘടികം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് അതിന്റെ ഗ്രന്ഥകർത്താവിന്റെ പേര്. എങ്ങനെയാണ്? ശൂദ്രകൻ. കേട്ടോ, ശൂദ്രകന്റെ മൃച്ഛഘടികം. ഇപ്പൊ രണ്ടും വളരെ ടഫ് ആയിട്ടുള്ള സാധനമാണെന്നുള്ള മൈൻഡിലേക്ക് പോകണം. അപ്പൊ പെട്ടെന്ന് കിട്ടും. മൃച്ഛഘടികത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് ശൂദ്രകനാണ്. ഇപ്പൊ കർണഭാരം എന്ന് പറയുന്നത് ഭാസന്റെ ഭാരമാണ്. കർണഭാരം ഓക്കെ, ഭാസന്റെ ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അടുത്തത് ആശ്ചര്യ ചൂടാമണി നാടക കർത്താകഹ. ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത്? അതിന്റെ നാടകമാണ്. ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്ന ഒരു നാടകമാണ്. അതിന്റെ കർത്താവ് ആരാണ്? ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്നതിന്റെ കർത്താവ് കേട്ടോ ആരായിരുന്നു? ശക്തിഭദ്രനാണ്. ശക്തിഭദ്രൻ. ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ് എന്ന് പറയുന്നത് ശക്തി. അപ്പം ഒരാൾക്ക് നല്ല ശക്തി ഉണ്ടാവും. അപ്പൊ ശക്തി ഉണ്ടാവുമ്പോ എന്തുണ്ടാവും? ഒരാൾക്ക് നല്ല ശക്തി ആകുമ്പോ ഒരാൾക്ക് നല്ല ശക്തി, അപ്പം ശക്തി കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ആശ്ചര്യം ഉണ്ടാവും. ഇപ്പൊ ഒരാളുടെ നല്ലൊരു ശക്തിയുള്ള ഒരു നല്ല മസിൽമാൻ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ആളെ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു ആശ്ചര്യം തോന്നും. അയാൾക്ക് നല്ല ബോഡി ഉണ്ട്, അല്ലെങ്കിൽ നല്ല ജിമ്മാണ് എന്നൊക്കെ തോന്നുമ്പോ ഒരു ആശ്ചര്യം. ആ ഒരു കോഡില് വെച്ച് പഠിക്കാം കേട്ടോ. ആശ്ചര്യ ചൂടാമണി എഴുതിയത് ശക്തിഭദ്രനാണ്. അടുത്തത് അയ്യങ്കാളി കുത്രജനി മലബത. അയ്യങ്കാളി ജനിച്ചത് എവിടെയായിരുന്നു? അയ്യങ്കാളി ജനിച്ചത് വെങ്ങന്നൂർ ദേശേ. വെങ്ങാനൂർ ദേശം കേട്ടോ. വെങ്ങന്നൂർ ദേശത്താണ് അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളി പിതരൗ. ഇവിടെ പിതരൗ എന്നാണ് പറഞ്ഞത്. പിതരൗ എന്ന് പറഞ്ഞാൽ ഔച്ചിഹ്നം കണ്ടാൽ പറഞ്ഞു 2 പേരുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കണം. അയ്യങ്കാളി പിതരൗ കൗ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ആരൊക്കെയാണ്? മാതാപിതാക്കൾ ആരാണ് എന്നാണ്. ഇപ്പൊ മാല, പിതാ അയ്യ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. യെസ്. ഇനി ഉത്തമ രാമചരിതസ്യ കർത്ത. ഉത്തമ രാമചരിതം എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരായിരുന്നു? ഉത്തരം. ഇപ്പം ഭവഭൂതിയുടെ ഉത്തരം എന്ന് ആലോചിക്കുക. ഭവഭൂതിയുടെ ഉത്തരം. ഭവഭൂതിയുടെ ഉത്തരം എന്നുള്ള കാര്യം മൈൻഡിലേക്ക് വെക്കുക. ഭവഭൂതിയുടെ ഉത്തരം. അപ്പൊ ഭവഭൂതിയുടെ ആ ഒരു ഭവഭൂതി എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഉത്തര രാമചരിതം. വൃഷഹ സമാനപദം. വൃഷഹ എന്ന് പറയുന്നതിന്റെ സമാന പദമാണ് ഋഷഭഹ. വൃഷഹ എന്ന് പറയുന്നതിന്റെ സമാന പദമാണ് ഋഷഭഹ. ഡേഷ് അവതീര്യ അയ്യങ്കാളി ക്ഷേത്രം പ്രവിശതി. ഡേഷ് അവതീര്യ പുറത്തേക്ക് വന്നിട്ട് അയ്യങ്കാളി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. എവിടുന്നാണ്? ശകടാത്. കണ്ടോ? ശകടാത്. ശകടാത് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് കേട്ടോ, വാഹനത്തിൽ നിന്ന്. ഈ ശകടാത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വിഭക്തിയാണ് വരിക? പഞ്ചമിയാണ്. പഞ്ചമി വിഭക്തിയിലാണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. ആത് എന്ന് അവസാനിക്കുന്നതൊക്കെ പഞ്ചമി വിഭക്തിയിലായിരിക്കും. ഇനി അടുത്തത് പഞ്ചമി കുത്ര അനയത്. പഞ്ചമി കുത്ര അനയത് എവിടേക്കാണ്?
അനയത് പോയത് നയിച്ചത് എവിടേക്കായിരുന്നു? ഊരൂട്ടമ്പലം വിദ്യാലയത്തിലേക്കാണ് പഞ്ചമിയെ ആര് കൊണ്ടുവന്നത്? അയ്യങ്കാളി കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവളെ പഠിപ്പിക്കണം വയലിന് പറഞ്ഞു അല്ലെ ജന്മിയോട്. ആ കഥ ഓർമ്മയുണ്ടല്ലോ, സഹസപ്നോതി പുഷ്പിത എന്ന് പറയുന്ന ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടുത്തതായിട്ട് പറയുന്നത് ദിക് ശബ്ദയോഗി കാ വിഭക്തി. ദിക്ക് എന്ന് പറയുന്ന ശബ്ദയോഗത്തില് വിഭക്തി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ദിക് എന്ന് പറയുന്നത് ദ്വിതീയ വിഭക്തിയാണ്. ദിക്ക് എന്ന് പറയുന്ന ശബ്ദയോഗം അത് ദ്വിതീയ വിഭക്തിയിലാണ് പറഞ്ഞിട്ടുള്ളത്. തന്നാമ, ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. തന്നാമ എന്ന് പറയുന്ന പദച്ഛേദം തത് പ്ലസ് നാമയാണ്. തന്നാമ, തത് അധികം നാമ, തന്നാമ. തന്നാമ എന്ന് പറയുന്നത് തത് അധികം നാമ. തുമ്പ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം കഥ ആരംഭത. തുമ്പ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം കഥ എപ്പോഴായിരുന്നു ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. എപ്പോഴായിരുന്നു ആരംഭിച്ചത്? 1963 1963. 1963 ഈ ഒരു വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. ISRO സംസ്ഥയായ പ്രഥമ അധ്യക്ഷ കഹ. ISROയുടെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ വിക്രം സാരാഭായിയാണ്. ഡോക്ടർ വിക്രം സാരാഭായിയാണ്. തുമ്പ ബഹിരാകാശ സംസ്ഥയായ ശില്പി എന്ന് പറയുന്നതും ഡോക്ടർ വിക്രം സാരാഭായി തന്നെയാണ്. വിക്രം സാരാഭായി കുത്ര ജനിമലപത എവിടെയായിരുന്നു ജനിച്ചത്? അഹമ്മദാബാദ് നഗരത്തിലായിരുന്നു. അഹമ്മദാബാദ് നഗരത്തിലാണ് വിക്രം സാരാഭായി ജനിച്ചിട്ടുള്ളത്. ഭാരതീയ ബഹിരാകാശ പദ്ധതിയെ പിത. അറിയാലോ, ഭാരതീയത്തിലെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായി തന്നെയായിരുന്നു. ഇനി ഭാരതസ്യ ദീർഘസമുദ്രതട കഹ. ദീർഘസമുദ്രതട എന്ന് പറഞ്ഞാല് ഏറ്റവും നീളം കൂടിയ കരകള്. തടഹ എന്ന് പറഞ്ഞാല് തീരമുള്ള ദീർഘമായിട്ടുള്ള സമുദ്ര തീരമുള്ള സ്ഥലം ഭാരതത്തിലെ ഏതായിരുന്നു? മറീന തടഹ കേട്ടോ. ചെന്നൈയിലാണ് ഇത്. ചെന്നൈയിലെ മെറീന തടമാണ് കേട്ടോ. ദീർഘസമുദ്ര തടം എന്ന് പറയുന്നത് മെറീന തടമാണ്. നിദ്ര സമാന പദം. നിദ്ര എന്ന് പറയുന്നതിന്റെ സമാന പദം എന്ന് പറയുന്നത് നിദ്ര എന്ന് പറയുന്നതിന്റെ സമാന പദം സ്വാപ്പഹ എന്നാണ് കേട്ടോ. സമാന പദം സ്വാപ്പഹ എന്നാണ്. അടുത്തത് ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേഹി. ഉദ്യമേന ഹി സിദ്ധന്തി എന്നാണ് പറയാ. ഉദ്യമം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേഹി. ഇനി മിസൈൽ മാൻ ഇതി വിഖ്യാതഃ കഹ. ആരാണ് മിസൈൽ മാൻ എന്ന് പറയുന്നത്? ആരായിരുന്നു? നമ്മൾ APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. അടുത്തത് ബഹിരാകാശ പദ്ധതിയെ പിത എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. അടുത്തത് പരീക്ഷണാനാം സാമ്രാട്ട് കഹ. ആരായിരുന്നു പരീക്ഷണങ്ങളുടെ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന? ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഫെയിലായി ലാസ്റ്റ് ഗോളദീപം ഉണ്ടാക്കി. അതും എന്ത് ചെയ്തു? താഴേക്ക് വീണ് പൊട്ടി. എന്നിട്ട് വളരെയധികം സങ്കടത്തിൽ ഇരിക്കുകയാണ് ചെയ്തത്. എല്ലാം വീണ്ടും അതിനുള്ള ശ്രമങ്ങൾ തുടർന്നിട്ട് വീണ്ടും ഗോളദീപം ഉണ്ടാക്കിയ ഒരാളായിരുന്നു നമ്മുടെ തോമസ് ആൽവ എഡിസൺ. അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണങ്ങളുടെ സാമ്രാട്ട് എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ്. അടുത്തത് ഗലദഹ സമാനപദം കിം. നമ്മള് പാഠഭാഗത്തില് അനുചരന്റെ കയ്യില് ഗോളദീപം കൊടുത്തപ്പോ ഗലദഹ എന്ന ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഗലദഹ എന്ന് പറഞ്ഞാൽ വീഴുക കേട്ടോ. ഗലദഹ എന്ന് പറഞ്ഞാൽ വീഴുക. ഇപ്പൊ വീണുപോയി എന്നുള്ള അർത്ഥം. പതിതഹ എന്നുള്ള അർത്ഥമാണ് ഗലദഹ എന്ന് പറയുന്നതിന്. ഇനി അടുത്തത് തോമസ് ആൽവ എഡിസൺ കുത്ര ജനിമലപത. എവിടെയായിരുന്നു തോമസ് ആൽവ എഡിസൺ ജനിച്ചത്? അമേരിക്ക ദേശീയ മിലൻ നഗരം. അമേരിക്ക ദേശത്തുള്ള മിലൻ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എഡിസന്റെ ജനനവർഷം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എഡിസൺ ജനിച്ച വർഷം ഏതായിരുന്നു ജനനവർഷം? 1848. 1848 കേട്ടോ. എഡിസൺ ജനിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1848
ഇനി റേഡിയോ ശാസ്ത്രസ്യ പിതാ കഹ? റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ജഗദീഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. റേഡിയോ എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ പിതാവ്, റേഡിയോ കണ്ടുപിടിച്ച ആള് ജഗദീഷ് ചന്ദ്രബോസ് ആണ്. ലഘു സിദ്ധാന്ത കൗമുദ്യാഹ ബാലഹിതൈഷിണി നാമ വ്യാഖ്യാനസ്യ കർത്ത ആരായിരുന്നു? ലഘു സിദ്ധാന്ത കൗമുദിയുടെ വ്യാഖ്യാന ഗ്രന്ഥം അതിന്റെ മലയാളത്തിലേക്കുള്ള വ്യാഖ്യാനം അല്ലെ, ലഘു സിദ്ധാന്ത കൗമുദിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ആള് വാസുദേവൻ പോറ്റി മഹോദയനാണ് കേട്ടോ. ലഘു സിദ്ധാന്ത കൗമുദിയുടെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ബാലഹിതൈഷിണി. ഇതൊന്ന് മൈൻഡിലേക്ക് വെക്കണേ മക്കളെ. അദ്ദേഹത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ബാലഹിതൈഷിണി എന്ന് പറയുന്നത്. ലഘു സിദ്ധാന്ത കൗമുദിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്, ബാലഹിതൈഷിണി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് വാസുദേവൻ പോറ്റി മഹോദയനാണ് കേട്ടോ. വാസുദേവൻ പോറ്റി കഥാജനിമലവത. വാസുദേവൻ പോറ്റി മഹോദയൻ എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഇപ്പൊ 28 ജനുവരി 1929 കേട്ടോ. 1929 ജനുവരി 28 വാസുദേവൻ പോറ്റി മഹോദയൻ ജനിച്ചിട്ടുള്ളത്. വാസുദേവൻ പോറ്റി മഹോദയ കുത്ര ജന്മഭത എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഏത് സ്ഥലത്താണ്, കുത്ര അല്ലെ എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? കൊക്കട ഗ്രാമം, മംഗലാപുരത്തിലുള്ള കൊക്കട ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ അസ്യ മാതാപിത, അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനൊക്കെ ആരായിരുന്നു എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ വന്നത്. അദ്ദേഹത്തിന്റെ അമ്മ അല്ലെങ്കിൽ ആദ്യ അച്ഛനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രാമൻ പോറ്റി മഹോദയനാണ്. വി രാമൻ പോറ്റി മഹോദയനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. കാവേരി അമ്മാളാണ് അമ്മ എന്ന് പറയുന്നത് കാവേരി അമ്മാളും അച്ഛൻ വി രാമൻ പോറ്റി മഹോദയനുമാണ്. യെസ്. അസ്യ ഗുരുവര്യഃ കഹ? അദ്ദേഹത്തിന് ഒരുപാട് ഗുരുക്കൾ ഉണ്ടായിട്ടുണ്ട്, പാഠത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ഗുരുവായിട്ട് പറയുന്നത് ഹരിഹര ശാസ്ത്രി മഹോദയനാണ്. അപ്പൊ ഹരിഹര ശാസ്ത്രി മഹോദയനാണ് അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാരിൽ ഒരാൾ കേട്ടോ, പ്രധാനപ്പെട്ട ആള്. അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ എന്ന് പറയുന്നത് ഹരിഹര ശാസ്ത്രി മഹോദയനാണ്. പിന്നെ മാഹേശ്വര സൂത്രാണി കത്തി. എത്രയാണ് മാഹേശ്വര സൂത്രങ്ങള്? അയ്യോങ്ങ് ഇർലക്ക് ഏയോങ്ങ് അയോച്ച് ഹവരട്ടെ നമങ്ങണ് ഞമ ജപന് ഘടദശ് എന്നൊക്കെ പറഞ്ഞിട്ട് 14 മാഹേശ്വര സൂത്രങ്ങളുണ്ട്. അപ്പം സൂത്രങ്ങൾ എത്രയുണ്ട് എന്ന് എന്റെ മക്കൾ പഠിക്കുക. അതിന്റെ കൃത്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ പഠിക്കണം. അപ്പൊ ചതുർദശയാണ് കേട്ടോ, 14 ഉണ്ട് മാഹേശ്വര സൂത്രങ്ങൾ. 14 മാഹേശ്വര സൂത്രങ്ങളാണ് ഉള്ളത്. പാണിനി വ്യാകരണം ലഘുരൂപേണ രചിത ഗ്രന്ഥ. പാണിനിയുടെ വ്യാകരണം ലഘുരൂപത്തില് രചിച്ച ഗ്രന്ഥം ഏതാണ്? പാണിനിയുടെ വ്യാകരണം ലഘു ചെറുതാക്കിയിട്ട് അത് രചിച്ച ഗ്രന്ഥമാണ് ലഘു സിദ്ധാന്ത കൗമുദി കേട്ടോ. പാണിനിയുടെ വ്യാകരണ ഗ്രന്ഥം അത് ലഘുവായിട്ട് എഴുതിയതാണ് ലഘു സിദ്ധാന്ത കൗമുദി കേട്ടോ. അപ്പൊ അതിനെ വ്യാഖ്യാനം കൊടുത്ത ആളാണ് നമ്മുടെ പോറ്റി. ഏത് പോറ്റി? നമ്മുടെ പാഠത്തിലുള്ള ആർ വാസുദേവൻ പോറ്റി കേട്ടോ. യെസ്. അടുത്തത് ഗദ്യപദ്യമയം കാവ്യം ഭവതി. ഏതാണ്? ചമ്പു കാവ്യം എന്നാണ് പറയട്ടെ. ഗദ്യപദ്യമയം കാവ്യമാണ് ചമ്പു. ഗദ്യമോ പദ്യമോ മിക്സ് ആയിട്ടുള്ളതാണ്. മിശ്രകാവ്യം എന്നും പറയാം. ചമ്പു കാവ്യം അല്ലെങ്കിൽ മിശ്രകാവ്യം എന്നും പറയാം. മിശ്രകാവ്യം എന്നും പറയാം, ചമ്പു കാവ്യം എന്നും പറയാം. ഗദ്യപദ്യമയമായിട്ടുള്ള കാവ്യമാണ് ചമ്പു കാവ്യം. പ്രഥമ ചമ്പു കാവ്യം കിം? പ്രഥമ ചമ്പു കാവ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യ കാവ്യം എന്ന് പറയുന്നത് രാമായണമാണ് അല്ലെ. അപ്പൊ ആദ്യ കാവ്യം രാമായണവും അതുപോലെ തന്നെ ആദ്യ ചമ്പു എന്ന് പറയുന്നത് ചമ്പു രാമായണവും. ഓക്കെ, ആദ്യ കാവ്യം രാമായണം, അപ്പൊ അതുപോലെ തന്നെ ആദ്യ ചമ്പു രാമായണം. ഇനി അടുത്തത് ചമ്പു രാമായണ കർത്താകഹ. ചമ്പു രാമായണത്തിന്റെ കർത്താവ് ആരായിരുന്നു? ചമ്പു രാമായണത്തിന്റെ കർത്താവ് ഭോജരാജനാണ്. ഇനി അടുത്തത് തുള്ളൽ പ്രസ്ഥാനസ്യ ഉപജ്ഞാത കഹ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? കുഞ്ചൻ നമ്പ്യാറാണ്. തുള്ളലും കുഞ്ചൻ നമ്പ്യാറുമായിട്ട്
നല്ല അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക കേട്ടോ. കുഞ്ചൻ നമ്പ്യാറാണ്. കേരളീയ ചമ്പു കാവ്യ കർത്തൃഷു പ്രമുഖ ഭവതി. ആരായിരുന്നു? കേരളത്തിലെ ചമ്പു കാവ്യങ്ങളില് പ്രമുഖനായിട്ടുള്ള ആളായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദ. കേരളത്തിലെ ചമ്പു കാവ്യങ്ങളില് കാവ്യകർത്താക്കളിൽ കേട്ടോ, കാവ്യങ്ങളിലല്ല, ചമ്പു കാവ്യകർത്താക്കളിൽ പ്രമുഖമായിട്ടുള്ള ആളായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദ എന്ന് പറയുന്ന അദ്ദേഹം, മഹാശയ. യെസ്. അടുത്തത് ബഹിഹി ശബ്ദയോഗേ കാ വിഭക്തി. ബഹി എന്ന് പറയുന്ന ശബ്ദയോഗത്തിൽ ഏത് വിഭക്തിയാണ് ഉപയോഗിക്കുക? പഞ്ചമി വിഭക്തിയാണ് ഉപയോഗിക്കുക. ബഹിഹി ശബ്ദയോഗത്തിൽ പഞ്ചമി വിഭക്തിയിലാണ് ബഹിഹി ശബ്ദയോഗം യൂസ് ചെയ്യുക. അടുത്തത് ധ്യേയവാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ധ്യേയവാക്യങ്ങൾ. ഓക്കെ, ധ്യേയവാക്യങ്ങളാണ് പറയുന്നത്. സത്യമേവ ജയതേ. ധ്യേയവാക്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സത്യമേവ ജയതേ എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സർക്കാരിൻ്റെതാണ്. സത്യമേവ ജയതേ കേട്ടോ. സത്യമേവ ജയതേ എന്ന് പറയുന്ന ധ്യേയവാക്യം ഭാരത സർക്കാരിൻ്റെതാണ്. ഭാരത സർക്കാരിന്റെ സത്യമേവ ജയതേ. ഉച്ചതമ ന്യായന്യാല ഭാരതം എന്ന് പറയുന്നത് യഥോ ധർമ്മസ്തോ ജലം. യെസ്. അപ്പൊ ഉച്ചതമ ന്യായന്യാല ഭാരതം എന്നുള്ളതിന്റെ ഏതാണ്? യഥോധർമ്മസ്തോ ജയ കേട്ടോ. ഇത് ഒരു എക്സാമിന് വന്നിട്ടുണ്ട്, ഈ ഉച്ചതമ ന്യായന്യാല ഭാരതത്തിന്റെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ബഹുജന ഹിതായ ബഹുജന സുഖായ. ഒരുപാട് ആൾക്കാർക്ക് സുഖമൊക്കെ കൊടുക്കുന്നത് നമ്മൾ പാട്ട് കേൾക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ റേഡിയോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ബഹുജന ഹിതായ ബഹുജന സുഖം. അപ്പം ഒരുപാട് ആൾക്കാർക്ക് സുഖം നൽകുന്നത് പാട്ട് കേൾക്കുമ്പോഴാണ്, നല്ല സുഖം ഉണ്ടാകും. അപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്നുള്ള കാര്യം മൈൻഡിലേക്ക് വെക്കുക. സത്യം ശിവം സുന്ദരം. സത്യമായിട്ടുള്ള വാർത്തകൾ മാത്രമേ ന്യൂസിൽ നമ്മൾ കാണൂ എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. നല്ല സത്യമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്, ന്യൂസിൽ കാണുന്നത്. അപ്പൊ ന്യൂസ് എന്നുള്ളത് ദൂരദർശനമായിട്ട് കണക്ട് ചെയ്യുക, ടി വി ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നത് ദൂരദർശനമാണ്. സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നത് ദൂരദർശനത്തിന്റെയാണ്. ശംനോ വരുണ. ശംനോ വരുണ എന്ന് പറയുന്നത് ജലസേനയുടേതാണ് കേട്ടോ. ജലസേനയുടേതാണ് ശംനോ വരുണ എന്ന് പറയുന്നത്. അടുത്തത് യോഗക്ഷേമം വഹാമിഹം. യോഗക്ഷേമം വഹാമിഹം എന്ന് പറയുന്നത് ഭാരതീയ ജീവൻ ഭീമാനികം. ഈ പേര് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, LIC കേട്ടോ. LICയുടേതാണ് ഈ ഭാരതീയ ജീവൻ ഭീമാനികം എന്ന് പറയുന്ന LIC ആണ്. അപ്പൊ LICയുടെ ധ്യേയവാക്യമാണ് യോഗക്ഷേമം വഹാമിഹം എന്ന് പറയുന്നത്. ധർമ്മചക്ര പ്രവർത്തനായ എന്ന് പറയുന്നത് ലോകസഭയുടേതാണ്. അപ്പൊ ലോകസഭയുടേത് ധർമ്മചക്ര പ്രവർത്തന. അപ്പൊ ലോകസഭയിൽ എന്ത് നടക്കും? നമ്മുടെ ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള, ഓരോ പൗരനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ലോകസഭയിൽ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. അങ്ങനെ ലോകസഭയുടേത് ധർമ്മചക്ര പ്രവർത്തനായ എന്ന് കണ്ടാൽ അപ്പൊ തന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ലോകസഭയാണ്. അടുത്തത് സേവാ അസ്മാകം ധർമ്മ. എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് ഇപ്പോഴും മിസ് ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ പോലും നമുക്ക് ആര് സേവനം തരുന്നുണ്ട്? നമ്മുടെ രാജ്യം നമുക്ക് സേവനം തരുന്നുണ്ട് അല്ലെ. ആരായിരിക്കും? നമ്മുടെ ആർമിക്കാര് അല്ലെങ്കിൽ മിലിറ്ററിക്കാര് അല്ലെ. അപ്പൊ സേവാഹ അസ്മഹ ധർമ്മഹ എന്ന് പറയുന്നത് ആർമിയുടെ ധ്യേയവാക്യമാണ്. ഈ കാര്യങ്ങൾ ഒന്ന് മക്കളെ മൈൻഡിലേക്ക് വെക്കുക. പിന്നെ മിസ് അടുത്ത പറയാൻ പോകുന്നത് 6 വേദാംഗങ്ങളാണ് നമുക്കുള്ളത്. എത്ര വേദാംഗങ്ങളുണ്ട്? 6 കേട്ടോ. 6 വേദാംഗമുണ്ട്. 6 വേദാംഗമുണ്ട്. 6 എണ്ണമാണ് ഉള്ളത്. വേദാംഗം എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദഃ, ജ്യോതിഷം. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദ, ജ്യോതിഷം. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദ, ജ്യോതിഷം കേട്ടോ. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദ, ജ്യോതിഷം എന്ന് പറയുന്ന 6 വേദങ്ങളുണ്ട്. വേദങ്ങളല്ല, വേദാംഗങ്ങൾ. വേദങ്ങള് എത്രയുള്ളത്? 4 എണ്ണേ ഉള്ളൂ. ഋഗ്വേദം, അതിപ്പം തൊട്ടടുത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദ, ജ്യോതിഷം. ഇത്രയും കാര്യങ്ങളാണ് വേദാംഗങ്ങൾ.
വേദ അംഗങ്ങളാണ് കേട്ടോ. വേദാംഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 എണ്ണാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ. ഈ ഒരു പാറ്റേണിൽ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധ്യ എന്ന് പറയുമ്പോൾ ഇന്നാണ്. അധ്യ എന്ന് പറയുന്നത് ഇന്ന് എന്നുള്ള അർത്ഥമാണ്. ശ്വഹ എന്ന് പറഞ്ഞാൽ നാളെ കേട്ടോ. ശ്വഹ എന്ന് പറഞ്ഞാൽ നാളെയാണ്. ഹ്വഹ എന്ന് പറഞ്ഞാൽ ഇന്നലെ. അപ്പൊ അദ്യ ഇന്ന്, ശ്വഹ നാളെ, ഹഹ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഓക്കെ. ഇനി പരശ്വഹ എന്ന് പറഞ്ഞാല് മറ്റന്നാള്. പരശ്വഹ മറ്റന്നാളാണ് കേട്ടോ, മറ്റന്നാള്. പരഹുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിഞ്ഞാന്ന് എന്നുള്ള അർത്ഥം കേട്ടോ, മിനിഞ്ഞാന്ന്. അപ്പൊ ഇത്രയും ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൈൻഡിൽ ഇത്ര വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, ശ്വഹ നാളെ, ഹ്വഹ ഇന്നലെ, പരശ്വഹ ശ്വഹ എന്ന് പറയുന്നത് നാളെയാണെങ്കിൽ പരശ്വഹ എന്ന് പറഞ്ഞാൽ മറ്റന്നാള്. ശ്വഹ എന്ന് പറയുന്നത് നാളെ, പരശ്വഹ മറ്റന്നാള്. ഹ്വഹ എന്ന് പറയുന്നത് ഇന്നലെ, പരഹ്വഹ എന്ന് പറഞ്ഞാല് മിനിഞ്ഞാന്ന്. ഓക്കെ ആയില്ലേ? രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പൊ ഞായർ എന്ന് ആലോചിച്ച് വെക്കുക. ഞായർ. സോമവാസരഹ എന്ന് പറഞ്ഞാൽ തിങ്കൾ. മംഗൾവാസരഹ എന്ന് പറഞ്ഞാല് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രവിവാസരഹ, സോമവാസരഹ, മംഗലവാസരഹ. രവി, സോമൻ, മംഗലം. രവിയുടെയും സോമന്റെയും മംഗലം കേട്ടോ. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഇവിടെ രവിവാസരഹ, സോമവാസരഹ, മംഗലവാസരഹ. പിന്നെ ബുധനും ഗുരുവും, നമ്മൾ ആകാശത്തുള്ള അല്ലെ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി. ഇതൊക്കെ നമ്മൾ ഗ്രഹങ്ങളുടെ പേരാണ്. ഓക്കെ. ബുധനും ഗുരുവും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ബുധൻ, വ്യാഴം, പിന്നെ ശുക്രനും ശനിയും. ഈ കാര്യങ്ങൾ കൂടി ആലോചിച്ച് വെക്കുക. അപ്പൊ ബുധൻ, ഗുരു, ശുക്രൻ, ശനി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും അതാണ് ഇനി താഴെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് വരിക അതാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യം കൊടുക്കുക അദ്യ ബുധവാസരഹ. അദ്യ ഏത് ദിവസമാണ്? ബുധവാസരഹ, ഇന്ന് ബുധനാണ്. ശ്വഹ കഹ വാസരഹ. ശ്വഹ എന്ന് പറഞ്ഞാൽ നാളെ ഏത് ദിവസമായിരിക്കും? അപ്പൊ അറിയാലോ, ബുധനും ഗുരുവും എന്താണ്? ഫ്രണ്ട്സ് ആണ് കേട്ടോ. ബുധനും ഗുരുവും. രവിയുടെയും സോമന്റെയും കല്യാണമാണ്. രവിവാസരഹ, സോമവാസരഹ, പിന്നെ മംഗലവാസരഹ, ബുധവാസരഹ, ഗുരുവാസരഹ, ശുക്രവാസരഹ, ശനിവാസരഹ. ഇത്രയും കാര്യമാണ് പറയുന്നത്. അപ്പൊ അദ്യ ബുധവാസരഹ കഹ വാസരഹ. ഇന്ന് ബുധനാണെങ്കിൽ നാളെ ഏതായിരിക്കും? ബുധനും ഗുരു ആണല്ലോ ഫ്രണ്ട് അല്ലേ? അപ്പൊ നാളെ ഏത് വാസരമായിരിക്കും? ഗുരുവാസരഹ. മനസ്സിലായല്ലോ മക്കളെ? ശ്വഹ ഗുരുവാസരഹ. ഇന്നലെ ശ്വഹ അല്ലെ, നാളെ ഗുരുവാസരമാണ്. അപ്പൊ ഇന്ന് ഏത് ദിവസമായിരിക്കും അറിയാലോ? ബുധവാസരമാണ്. അദ്യ ശനിവാസരഹ. ഇന്ന് ശനിയാണെങ്കിൽ ഹ്വഹ കഹ വാസരഹ. ഹ്വഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്വഹ ഇന്നലെയാണ് അല്ലെ. ഹ്വഹ എന്ന് പറയുന്നത് ഇന്നലെ. അപ്പൊ ശനിയാണെങ്കിൽ, ഇന്ന് ശനിയാണെങ്കിൽ ഇന്നലെ ഏതായിരിക്കും? ശുക്രനും ശനിയല്ലേ കണ്ടത്. അപ്പൊ ശുക്രൻ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് 3 വചനങ്ങളാണുള്ളത്. ഏകവചനം, ദ്വിവചനം, അതുപോലെ ബഹുവചനം എന്ന് പറയുന്ന 3 വചനങ്ങൾ ഉണ്ട്. പിന്നെ വേദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം കേട്ടോ. ആദികാവ്യസ്യ കർത്ത. ആദികാവ്യത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? വസിഷ്ഠൻ, വ്യാസൻ, അഗത്യ മഹർഷി, അതുപോലെ വാത്മീകി മഹർഷി. ആദികാവ്യം എന്ന് പറയുമ്പോൾ തന്നെ രാമായണമാണ്. അപ്പൊ രാമായണത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് വാത്മീകി മഹർഷിയാണ്. യെസ്.
സ്മാ ശബ്ദയോഗേ ഭൂതകാല അർത്ഥം വരുന്നത് അല്ലെ, ഭൂതകാല അർത്ഥം വരുന്ന പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഭൂതകാല അർത്ഥം വരുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂതകാലത്തിൽ അർത്ഥം വരുന്നത് ഏതിലാണ്, ഏത് ശബ്ദയോഗമായിട്ടാണ് ഭൂതകാലത്തിൽ അർത്ഥം വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ലങ് ആണ് കേട്ടോ, ലങ്. ഭൂതകാല അർത്ഥം വരുന്നത് ഏതാണ്? ലങ്ങിലാണ്. വിശ്വസ്യ ശ്വാസകോശ എന്ന് പറയുന്നത് ആമസോൺ വനമാണ്. വിശ്വത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ ആണ്. ജവേന എന്ന് പറഞ്ഞാൽ വേഗേന, ജവേന എന്ന് പറഞ്ഞാൽ വേഗേന. അപ്പൊ ISRO സമസ്തായ പ്രഥമാധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിക്രം സാരാഭായി മഹോദയനാണ് കേട്ടോ. അടുത്തത് അഭിജ്ഞാന ശാകുന്തളം കസ്മിൻ സാഹിത്യത്തെ, ഏത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് നാടകമാണ്. ആശ്ചര്യ ചൂടാമണി, ആശ്ചര്യമായി. അപ്പൊ ശക്തി കണ്ടപ്പോൾ ആശ്ചര്യമായി അല്ലെ, അപ്പൊ ശക്തി 12 ആശ്ചര്യം. അപ്പൊ 20 എന്നുള്ളതിന്റെ സംസ്കൃത പദം ഏതാണ്? അറിയാലോ, വിംശതിയാണ്. വിംശതി, 20 എന്ന് പറയുന്നത് വിംശതിയാണ്. ഇവിടെ കിം ഗണേന അന്തർവിഹായ, വിഹായ ആദായ നാനായ നീലിയ, നീലിയ എന്നാണുള്ളത്. അപ്പൊ നീലിയ എന്നുള്ളതാണ് ഇതിൽ പെടാത്തത് കേട്ടോ. ഇനി തന്നാമ ഇത്യത്ര പദച്ഛേദ. തന്നാമ എന്ന് പറയുന്നത് തത് പ്ലസ് നാമയാണ് തന്നാമ, തത് പ്ലസ് നാമയാണ് തന്നാമ. ഏകൈകം ഇത്യച്ച വിഗ്രഹപദം, ഏകൈകം, ഏകം പ്രതി, ഏകൈകം പ്രതി, ഏകം പ്രതി, ഏകമേകം പ്രതിയാണ് കേട്ടോ. ഏകമേകം പ്രതിയാണ് ഏകൈകം, ഏകമേകം പ്രതിയാണ് ഏകൈകം എന്ന് പറയുന്നത്. അതോത്തേഷു പുല്ലിംഗഹ കഹ, ആരായിരുന്നു ഇതിൽ പുല്ലിംഗം? പുല്ലിംഗം എന്ന് പറയുന്നത് ലത എന്ന് പറയുന്ന സ്ത്രീലിംഗാണ്. പുസ്തകം എന്ന് പറയുന്നത് നപുംസകലിംഗാണ്. മാലിനി എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്. അതില് പുല്ലിംഗം എന്ന് പറയുന്നത് കൂർമഹ എന്ന് പറയുന്നതാണ് കേട്ടോ. ലിഖതി ഇത്യസ്യ ലകാരഹ കഹ. അപ്പൊ തീയിൽ അവസാനിക്കുന്നത് ഏതായിരിക്കും മക്കളെ? തീയിൽ അവസാനിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീയിൽ അവസാനിക്കുന്ന ലകാരം എന്ന് പറയുന്നത് അത് ലട്ടായിരിക്കും. ലട്ടാണ് തീയിൽ അവസാനിക്കുന്നത്, ലട്ടാണ്, ലട്ടാണ്, ലട്ടാണ്. പ്രസന്റ് ആണ് കേട്ടോ, പ്രസന്റ്. പികഹ എന്ന് പറഞ്ഞാൽ അതിന് അനുസരിച്ചിട്ടുള്ള സമാന പദം ഏതാണ്? പികഹ എന്ന് പറഞ്ഞാൽ കോകിലഹ, പികഹ എന്ന് പറഞ്ഞാൽ കുയിലാണ്, കുയിൽ കേട്ടോ. പികഹ എന്ന് പറയുന്നത് കുയിലാണ്. ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന പ്രഥമ വാദ്യോപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ വിലാസത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് സുകുമാര കവിയാണ്. ശ്രീകൃഷ്ണ വിലാസം എഴുതിയത് സുകുമാര കവിയാണ്, സുകുമാര കവി. പഞ്ചവിംശതി, വിംശതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. പഞ്ച എന്ന് പറഞ്ഞാൽ 5, അപ്പം 25 കറക്റ്റ് ആൻസർ കേട്ടോ. കതി പുരാണാനി, എത്ര പുരാണങ്ങളാണ് ഉള്ളത്? 18 കേട്ടോ, 18 പുരാണാനി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പദച്ഛേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സമസ്ത പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങള് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ, നന്നായിട്ട് USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിച്ചു പോവുക.